നിസാൻ എന്ന ബ്രാൻഡിന് ഇന്ത്യയിൽ ഒരുപാട് ക്രിറ്റിസിസം കേൾക്കേണ്ടി വന്നു. അതിൻ്റെ റീസൺ ഇന്ത്യയിൽ അവർക്ക് മോഡൽസ് അധികം ഇല്ല എന്നും ഗ്ലോബലി ഒരുപാട് അവരുടെ പോർട്ട്ഫോളിയോയിൽ ഒരുപാട് മോഡൽസ് ഉണ്ട്, എന്തുകൊണ്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നില്ല എന്നുള്ളൊരു ചോദ്യമായിരുന്നു എല്ലാവരും ചോദിച്ചത്. ഇന്ത്യയിൽ അവർ സർവൈവ് ചെയ്തത് ഒറ്റ മോഡൽ കൊണ്ട് തന്നെയാണ്, മാഗ്നൈറ്റ് എന്ന് പറയുന്ന വാഹനം. പക്ഷേ ഡീലർഷിപ്പിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ മാഗ്നൈറ്റ് കൊണ്ട് തന്നെ അവർക്ക് സർവൈവ് ചെയ്യാൻ സാധിച്ചു ഇതുവരെ എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. എന്താണെങ്കിലും ഇപ്പോൾ ഇന്ത്യയിലേക്ക് നിസാൻ്റെ ഒരു ന്യൂ സ്റ്റെപ്പ്, ന്യൂ ബിഗിനിങ് എന്നുള്ള രീതിയിൽ തന്നെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പോകുന്ന ഒരു വാഹനമാണ് എക്സ്ട്രെയിൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല 2024 മുതൽ 2026 വരെ ദേ ഹാവ് എ ഗ്രേറ്റ് പ്ലാൻ അഹെഡ്. ആ ഒരു പ്ലാൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ടാണ് ഇപ്പോൾ ഒരു CBU മോഡൽ എക്സ്ട്രെയിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നിസാൻ ഉണ്ടാകും എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് വളരെ ക്ലിയർ ആയിട്ട് നിസാൻ പറഞ്ഞിരിക്കുകയാണ്. ഇനി അതിൻ്റെ പേരിലൊരു ചോദ്യമോ അല്ലെങ്കിൽ കമൻസോ ഒന്നും വേണ്ട, ഇന്ത്യയിൽ നിസാൻ ഉണ്ടാകും എന്നുള്ള കാര്യം ഞാനും ഉറപ്പിക്കുന്നു വിത്ത് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്. എന്താണെങ്കിലും ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഏറ്റവും പുതിയ എക്സ്ട്രെയിലാണ്, CBU ആയിട്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന എക്സ്ട്രെയിലാണ്. ഈ എക്സ്ട്രെയിൽ 2007 ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം 2013 അതിനുശേഷം ഉണ്ടായില്ല. അന്ന് ഇന്ത്യയിൽ വന്നത് സെക്കൻഡ് ജനറേഷൻ എക്സ്ട്രെയിലായിരുന്നു. തേർഡ് ജനറേഷനിലേക്ക് വന്നപ്പോൾ ഇന്ത്യയിലേക്ക് വന്നില്ല. അതിനുശേഷം ഇപ്പോൾ ഫോർത്ത് ജനറേഷൻ 2021 ഗ്ലോബൽ മാർക്കറ്റിൽ വന്ന ഫോർത്ത് ജനറേഷൻ എക്സ്ട്രെയിലാണ് ഇപ്പോൾ CBU ആയിട്ട് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ആലോചിക്കാം ഒരുപക്ഷെ എന്തുകൊണ്ട് 2021 ഗ്ലോബൽ മോഡലായിട്ട് വന്ന അല്ലെങ്കിൽ ഗ്ലോബലി വന്ന എക്സ്ട്രെയിൽ എന്തുകൊണ്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നില്ല എന്ന് ചോദിച്ചാൽ നിസാൻ മാത്രമല്ല ഒട്ടുമിക്ക മാനുഫാക്ചേഴ്സും ഒരു അൺസർട്ടനിറ്റി ഫിഗറിലൂടെയാണ് പോയിരുന്നത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം. എന്താണ് ഇനി വരാൻ പോകുന്നതെന്നൊന്നും വലിയ ഉറപ്പില്ലാതിരുന്നു. പക്ഷേ ഇപ്പോൾ ദേ ഹാവ് എ പ്ലാൻ. ആ ഒരു പ്ലാനിനോട് അനുബന്ധിച്ചിട്ടാണ് പുതിയ CBU വേർഷൻ എക്സ്ട്രെയിൽ നിസാൻ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. ഗ്ലോബലി നിസാൻ എക്സ്ട്രെയിലിന് കൊടുത്തിരിക്കുന്ന ആ ഒരു SUV സ്റ്റൈലിംഗ് തന്നെയാണ്, അല്ലെങ്കിൽ എക്സ്ട്രെയിൽ സ്റ്റൈലിംഗ് തന്നെയാണ് ഇന്ത്യയിലേക്ക് CBU ആയിട്ട് വരുമ്പോഴും നിസാൻ കൊടുത്തിരിക്കുന്നത്. കംപ്ലീറ്റ് ഫ്രണ്ട് നോക്കിക്കഴിഞ്ഞാൽ പ്രോപ്പർ ഒരു ഫുൾ സൈസ് SUV ലുക്ക് തന്നെ, ഫ്രണ്ട് മാത്രമല്ല സൈഡും ഒക്കെ ആ ഒരു ഫുൾ സൈസ് SUVയുടെ സ്റ്റൈലിംഗ് കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഒരു നിസാൻ്റെ തനതായ ഒരു ഗ്രില്ല്, ആ ഒരു SUVക്ക് നമ്മൾ നിസാനിൽ സാധാരണ കാണുന്ന ആ ഒരു ഗ്രില്ല് തന്നെ V-മോഷൻ ഗ്രില്ല് എന്നാണ് നിസാൻ വിളിക്കുന്നത്. ഇതിനകത്ത് വരുമ്പോൾ 2 സ്ലാറ്റ് ഉണ്ട്, അതുകൊണ്ട് ഡബിൾ V-മോഷൻ ഗ്രില്ല് എന്ന് വിളിക്കുന്നു. സെൻറ്ററിൽ തന്നെ നിസാൻ്റെ പുതിയ ലോഗോ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഹെഡ്ലൈറ്റ് അതുപോലെ DRL അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം LED ആണ് വരുന്നത്. പക്ഷേ ഇതിനകത്ത് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് LED അല്ല വരുന്നതെന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ എയർ കർട്ടൻ, അതുപോലെ എയറോഡൈനാമിക്സിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആക്റ്റീവ് ഗ്രിൽ ഷട്ടേഴ്സ് നൽകിയിട്ടുണ്ട്. സോ ഓവറോൾ ഡിസൈൻ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഇറ്റ് ലുക്സ് ബിഗ്, ഒരു മസ്കുലർ ലുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. ഒരു SUV ആണ് എന്ന് തിരിച്ചറിയാൻ ഒരു പാടുമില്ല. പിന്നെ SUVയുടെ ആ ഒരു ലുക്കും സൈഡിലെ ആ ബൾജിങ്ങും കാര്യങ്ങളും എല്ലാം നോക്കിക്കഴിഞ്ഞാൽ എയറോഡൈനാമിക്സിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുമാണ് ഓവറോൾ ഡിസൈൻ വന്നിരിക്കുന്ന എക്സ്ട്രെയിൽ ഫ്രണ്ടിൽ നിന്ന്. ഡയമെൻഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു SUV അല്ലെങ്കിൽ അതിൻ്റെ സൈസിലൊന്നും ഒരു കുറവും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ 210 മില്ലിമീറ്ററിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസും ഇപ്പോൾ എക്സ്ട്രെയിലുണ്ട്. അതിനേക്കാളൊക്കെ ഉപരി ഇതിൻ്റെ ഒരു സ്റ്റാൻസ് നമ്മൾ സൈഡിൽ നോക്കുമ്പോൾ ഒരു ഫ്രണ്ട് തന്നെ ഒരു കംപ്ലീറ്റ് ഒരു അപ്രൈറ്റ് സ്റ്റാൻസിലാണ് നിൽക്കുന്നത്. ഈ ഒരു ഭാഗം നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫുൾ ആ ഒരു ഫ്രണ്ടിലേക്ക് സ്ലാൻഡ് ചെയ്ത് നിൽക്കാതെ അല്ലെങ്കിൽ ഒരു അപ്രൈറ്റ് ഫീൽഡിലാണ് ഫ്രണ്ടിൽ തന്നെ വന്നിരിക്കുന്നത്. വീൽസ് വരുന്നത് 20 ഇഞ്ച് അലോയ് വീൽസാണ് വന്നിരിക്കുന്നത്. റൂഫ് നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ലാൻഡിങ് റൂഫ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോറിൽ തന്നെയാണ് ORVM വന്നിരിക്കുന്നത്. അത് എയറോഡൈനാമിക്സിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാണ് ORVM സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു കീലെസ് എൻട്രി കാര്യങ്ങളെല്ലാം ഉണ്ട്. സോ ഓവറോൾ സൈഡ് പ്രൊഫൈൽ ഒരു SUV ഒരു ലുക്കിന് അല്ലെങ്കിൽ ഒരു SUVക്ക് പറ്റിയ രീതിയിൽ തന്നെയാണ് സൈഡ് പ്രൊഫൈൽ വന്നിരിക്കുന്നത് എക്സ്ട്രെയിലിൻ്റെ. റിയറിലേക്ക് വരുമ്പോൾ എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ടെയിൽ ലാമ്പിൻ്റെ സൈസ് തന്നെയാണ്. വളരെ വലിയ സൈസിൽ തന്നെ ടെയിൽ ലാമ്പ് വന്നിട്ടുണ്ട്. ഒരു സ്വെഫ്റ്റ് ബാക്ക് ഡിസൈൻ. നമ്മൾ സൈഡിൽ നോക്കുമ്പോൾ തന്നെ ആ ഒരു ഡിസൈനിൽ നമുക്ക് ടെയിൽ ലാമ്പ് കാണാൻ പറ്റും. കംപ്ലീറ്റ്ലി LED ടെയിൽ ലാമ്പാണ് വന്നിരിക്കുന്നത്. അതിനകത്ത് വാട്ടർ അല്ലെങ്കിൽ റെയിൻ ഡ്രോപ്പ് ഡിസൈനിലാണ് അതിനകത്ത് LEDയുടെ ആ ഒരു സ്റ്റൈലിംഗ്, ഇതിനകത്ത് എലമെൻറ്റ്സ് വന്നിരിക്കുന്നത്. ഈ ഒരു സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡൽഹിയിലെ മഴ കാരണം കുറച്ച് റെയിൻ ഡ്രോപ്പ് വീണ കുറച്ച് ചെളിയും നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്താണെങ്കിലും ഞങ്ങൾ വന്ന വഴിക്ക് നല്ല മഴയായിരുന്നു, അതുകൊണ്ടാണ് വണ്ടി അല്പം ചെളി പിടിച്ചിരിക്കുന്നത്. ബാക്കിലേക്ക് നോക്കിയാൽ എക്സ്ട്രെയിലിൻ്റെ ആ ഒരു ബാഡ്ജിങ് കാണാം. ദെൻ ഇറ്റ്സ് എ ഫുൾ സൈസ് SUV. ബാക്ക് നോക്കുമ്പോഴും ആ ഒരു SUV സ്റ്റൈലിംഗ് അല്ലെങ്കിൽ SUVയുടെ ലുക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. സ്പോയിലർ, ഷാർക്ക് ഫിൻ ആൻറ്റന, വൈപ്പേഴ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നിസാൻ്റെ ബാഡ്ജിങ്, ബാക്കിൽ ക്യാമറ, സെൻസേഴ്സ് എല്ലാം കൊടുത്തു. അതുപോലെ നമുക്ക് കാണേണ്ടത് ഇതിനകത്തെ ബൂട്ട് സ്പേസ് ആണ്. ബൂട്ട് സ്പേസ് നമുക്ക് ഇതിനകത്ത് 7 സീറ്ററാണ് വരുന്നത്. 7 സീറ്റിൽ ആ ബാക്കിലെ 2 സീറ്റ് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 485 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് കിട്ടും. ഇനിയിപ്പോൾ ഇത് ഫോൾഡ് ചെയ്യാതിരുന്നാൽ നമുക്ക് അത്യാവശ്യം കുട്ടികൾക്ക് ഒരു കുറച്ചധികം ദൂരം ഒക്കെ ഇരുന്ന് ട്രാവൽ ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നു. തേർഡ് റോ
പക്ഷേ അഡൾട്ട്സിന് ഇറ്റ് ഈസ് ലിറ്റിൽ ഡിഫിക്കൾട്ട്, അല്ലെങ്കിൽ സെക്കൻഡ് റോയിൽ ആൾ ശരിക്കും കയറി ഇരുന്നാലേ പറ്റുള്ളൂ. ഇനി അതൊന്നുമല്ല, പക്ഷേ ലഗേജ് സ്പേസ് നമ്മൾ 2 റോയും സെക്കൻഡ് റോയും തേർഡ് റോയും ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 1300 ലിറ്ററിൻ്റെ ലഗേജ് സ്പേസ് നമുക്ക് കിട്ടും. ഇനി അത് മാത്രമല്ല 40-20-40 എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ സെക്കൻഡ് റോ ഫോൾഡ് ചെയ്യാം. സോ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ 50-50 എന്നുള്ള രീതിയിൽ തേർഡ് റോയും നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇലക്ട്രിക്കലി നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബൂട്ട് ലിഡ് നമുക്ക് നിസാൻ എക്സ്ട്രയിൽ തരുന്നില്ല. ഒരു CBU വേർഷനാണ് എക്സ്ട്രയിൽ ഇന്ത്യയിലേക്ക് വരുന്നതുകൊണ്ട് തന്നെ ഒറ്റ വേരിയൻ്റ് ആയിരിക്കും ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ 3 കളേഴ്സുമാണ് അവൈലബിൾ ആയിട്ട് വരുള്ളൂ എക്സ്ട്രയിൽ: ബ്ലാക്ക്, സിൽവർ ആൻഡ് വൈറ്റ്. ഇനി നമുക്ക് ഇൻറ്റീരിയർ നോക്കാം. ഞങ്ങൾ രാവിലെ തന്നെ 6 മണിക്ക് മുമ്പ് ഞങ്ങൾ ഇറങ്ങിയോണ്ട് തന്നെ ഫസ്റ്റ് വണ്ടി ഞങ്ങൾക്ക് കിട്ടി, നമ്പർ 1, എൻ്റെ ഫേവറേറ്റ് നമ്പർ. എനിവേസ് എക്സ്ട്രയിലിൻ്റെ ഇൻറ്റീരിയർ ആണ് നിങ്ങൾ കാണുന്നത്. എക്സ്ട്രയിലിൻ്റെ ഇൻറ്റീരിയറിൻ്റെ ഒരു കാര്യം, ഇതൊരു CBU മോഡലാണെന്ന് ഞാൻ പറഞ്ഞു. CBU മോഡൽ, അതായത് ഗ്ലോബലി ടോപ്പ് എൻഡ് വേർഷനിൽ വരുന്ന ഒരു ഇൻറ്റീരിയർ അല്ല നമുക്ക് ഇവിടെ കിട്ടുന്ന ഒരു മിഡ് വേരിയൻറ്റ് ഇൻറ്റീരിയർ ആണ്. പക്ഷേ അതിനകത്ത് ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ കിട്ടുന്ന, ഗ്ലോബലി ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ കിട്ടുന്ന ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് ഇതിനകത്ത് വരുന്നത്. 12.3 ഇഞ്ചിൻ്റെ കംപ്ലീറ്റ്ലി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് ഇത് വരുന്നത്. സ്റ്റിയറിംഗ് എല്ലാം ടോപ്പ് എൻഡ് വേർഷനിൽ തന്നെ ഗ്ലോബലി കിട്ടുന്നതാണ്. അതുപോലെ ടിൽറ്റ് ചെയ്യാൻ പറ്റുന്നതും അതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതെല്ലാം ആയിട്ടുള്ളൊരു സ്റ്റിയറിംഗ് ആണ് നമുക്ക് ഇപ്പോൾ ഇന്ത്യയിലും കിട്ടുന്നത്, ടോപ്പ് എൻഡ് വേർഷനിൽ ഗ്ലോബലി ഉള്ളത്. സ്ക്രീനിലേക്ക് വരുമ്പോഴാണ് പ്രശ്നം. മിഡ് വേരിയൻറ്റിൽ വരുന്ന സ്ക്രീനാണ് ഇപ്പോൾ ഇന്ത്യയിലേക്ക് തരുന്നത്. ഇതൊരു 8 ഇഞ്ച് സ്ക്രീനാണ് വരുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാം വയേർഡാണ് വരുന്നത്. ഒരു നമ്മളിപ്പോൾ കാണുന്ന ആ ഒരു മോഡേൺ സ്റ്റൈലിങ്ങിലല്ല ആ സ്ക്രീൻ വന്നിരിക്കുന്നത്. സ്ക്രീൻ കുറച്ച് ചെറുതായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ ഒരു ടോപ്പ് എൻഡ് വേർഷനിൽ അല്ലെങ്കിൽ ഗ്ലോബലി ടോപ്പ് എൻഡ് വേർഷനിൽ വരുന്ന കുറച്ചും കൂടി വലിപ്പമുള്ളൊരു സ്ക്രീനാണ്. താഴോട്ട് നോക്കിക്കഴിയുമ്പോൾ ഏകദേശം AC-യുടെ കൺട്രോൾസ് എല്ലാം ഏകദേശം നമുക്ക് അവിടെ കിട്ടുന്ന, അല്ലെങ്കിൽ ടോപ്പ് എൻഡ് വേർഷനിൽ ഉള്ള പോലെ തന്നെയാണ് വന്നിട്ട്. ടോപ്പ് എൻഡ് വേർഷനിൽ കുറച്ച് സ്വിച്ചസ് മുകളിലുണ്ടെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഒരു റോട്ടറി സ്വിച്ചസും കാര്യങ്ങളും എല്ലാം സെയിം തന്നെയാണ്. നമുക്ക് അത് തന്നെയാണ് ഇന്ത്യയിലേക്കും വരുന്നത്. സെൻറ്റർ കൺസോളിൽ വരുമ്പോൾ നമുക്ക് ഗ്ലോബലി കിട്ടുന്ന ടോപ്പ് എൻഡ് വേർഷനിൽ വരുന്ന സെൻറ്റർ കൺസോൾ തന്നെയാണ് വരുന്നത്. ഒരു വയർലെസ് ചാർജർ, കപ്പ് ഹോൾഡേഴ്സ്, ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക്, ഓട്ടോ ഹോൾഡ്, അതുപോലെ മോഡിൻ്റെ സ്വിച്ചസ് കാര്യങ്ങളുണ്ട്. പുറത്ത് വരുന്ന ടോപ്പ് എൻഡ് വേർഷനിൽ നമുക്കൊരു പ്രോപ്പർ ഹൈബ്രിഡ് കൂടി വരുന്നതുകൊണ്ട് ആ ഒരു ഹൈബ്രിഡിൻ്റെ സ്വിച്ചും കൂടെ വരുന്നത്. പക്ഷേ ഇതിനകത്ത് പ്ലെയിൻ ആയിട്ട് വരുന്നത്, ഇതിനകത്ത് മൈൽഡ് ഹൈബ്രിഡാണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ താഴെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുക്കുന്നുണ്ട്. സ്റ്റോറേജ് ഏരിയ ഒത്തിരി നൽകിയിട്ടുണ്ട്. ഡോർ പാഡിലാണെങ്കിലും ബോട്ടിൽ ഹോൾഡേഴ്സും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ അതിനകത്തല്ല USB വരുന്നത്. ഇവിടെ ടൈപ്പ് വരുന്നുണ്ട്. ഡ്യുവൽ സോൺ എയർ കണ്ടീഷനിങ് ആണ് വരുന്നത്. വലിയ സൺറൂഫ് കൊടുത്തിട്ടുണ്ട്, ഫുൾ ലെങ്ത്തിലുള്ള സൺറൂഫ്. അതുപോലെ ഇവിടെ സൺഗ്ലാസ് ഹോൾഡ് കാര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. സോ ഇതൊരു മിക്സ് ആണ്. ഗ്ലോബലി വരുന്ന സീറ്റ്സ് ആണ് ഒരല്പം ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. ഒരു ഫാബ്രിക് സീറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. അത് സീറ്റ് ആണെങ്കിലും മാനുവലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റ്സ് ആണ് വരുന്നുള്ളൂ. 2 സൈഡിലും ദർ ഇസ് നോ ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് സീറ്റ്സ് എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. സോ ഫ്രണ്ടിലെ സ്പേഷ്യസ് ആണ്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് ഗുഡ്, സ്റ്റിയറിംഗ് സൈസ് ഒരല്പം കുറവ് പോലെ നമുക്ക് ഫീൽ ചെയ്താലും ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒട്ടും തന്നെ ഫീൽ ചെയ്യില്ല. ഇത് ഗ്ലോബൽ മോഡലിൽ ടോപ്പ് എൻഡ് വേർഷനിൽ വരുന്ന സ്റ്റിയറിംഗ് തന്നെയാണ്. ഇതിന് പാഡൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. പാഡൽ ഷിഫ്റ്റേഴ്സ് ഡ്രൈവിൻ്റെ സമയത്ത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിനകത്തൊരു CVT ആണ് വരുന്നതെങ്കിൽ പോലും 8 സ്റ്റെപ്പിൽ 8 റേഷ്യോയിൽ നമുക്ക് ഈ പാഡൽ ഷിഫ്റ്റേഴ്സ് എന്താണെങ്കിലും അതാണ് ഇതിൻ്റെ ഫ്രണ്ട് കിട്ടുന്ന ഒരു വേറെ എന്നുള്ള കാര്യമാണ്. സോ എക്സ്ട്രയിലിൻ്റെ സെക്കൻഡ് റോയിലേക്ക് കയറുമ്പോൾ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നത് ഡോർ ഓപ്പണിംഗ് തന്നെയാണ്. നമുക്ക് 85 ഡിഗ്രി ഡോർ ഓപ്പൺ ചെയ്യാം. സോ ഓൾമോസ്റ്റ് 90 ഡിഗ്രി കണ്ട് നമ്മൾ അൾട്രോസിലാണ്. അൾട്രോസിൽ നമ്മൾ 90 ഡിഗ്രി കണ്ട്, അതുപോലെ തന്നെ ഏകദേശം 85 ഡിഗ്രി അല്ലെങ്കിൽ 85 ഡിഗ്രി തന്നെ നമുക്ക് ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ് എക്സ്ട്രയിൽ കയറാനും ഇറങ്ങാനും എളുപ്പമുള്ളൊരു കാര്യം. ഇതാണ് ആ ഒരു പൊസിഷൻ. നമ്മൾ ബാക്ക് അല്ലെങ്കിൽ ഈ സെക്കൻഡ് റോ നമ്മൾ റിക്ലൈൻ ചെയ്തില്ലെങ്കിൽ, റിക്ലൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പൊസിഷനിൽ ഇരിക്കാൻ പറ്റും. ഇത് ഫുള്ളി ബാക്കിലോട്ട് ഇട്ടിട്ടല്ല, ഇതിപ്പോൾ ഒരുവിധം ബാക്കിലൊരു കുട്ടിക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ സീറ്റ് വെച്ചിരിക്കുന്നത്. ബാക്കിലേക്ക് നീക്കിക്കഴിഞ്ഞാൽ ഇതാണ് ലെഗ് സ്പേസ് കിട്ടുന്നത്. തെറ്റില്ലാത്ത ഹെഡ് റൂം, ലെഗ് സ്പേസ് നന്നായിട്ടുണ്ട്. നമുക്ക് സ്ലൈഡ് ചെയ്ത് അകത്തോട്ട് കാല് വേണമെങ്കിലും കയറ്റി വയ്ക്കാം. എൻ്റെ പൊസിഷനിൽ തന്നെയാണ് ഫ്രണ്ട് സീറ്റ് ഇട്ടിരിക്കുന്നത്. സോ ഈ സീറ്റും നമുക്ക് ബാക്കിലേക്ക് ചെയ്യാം. അതുപോലെ തന്നെ വേണമെങ്കിൽ സെൻറ്ററിൽ നമുക്കൊരു ആംറെസ്റ്റും കപ്പ് ഹോൾഡറും കാര്യങ്ങളെല്ലാം വയ്ക്കാം. ഇനി ബാക്ക് സീറ്റിൽ കയറുക എന്നുള്ളത് ഈ ഒരു പൊസിഷനിൽ ബാക്ക് സീറ്റിൽ നമുക്ക് ഇരിക്കാൻ പറ്റില്ല, ബാക്കിലേക്കാണ്. എന്നാൽ നമ്മൾ കുറച്ചൊന്ന് ഫ്രണ്ടിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട് റോ ഈ ഒരു പൊസിഷനിലാണെങ്കിൽ ബാക്ക് സീറ്റിൽ ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ 2 കുട്ടികൾക്ക് അത്യാവശ്യം വേണമെങ്കിൽ ഇരിക്കാമെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ശരിക്കും കയറ്റിയിടേണ്ടി വരും. ഈ ഒരു പൊസിഷനിലേക്ക് ഇരുന്നാലാണ് ഒരു അഡൽട്ടിന് ഇരിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ഒരു പൊസിഷൻ ഇട്ടാൽ
2 കുട്ടികൾക്ക് അത്യാവശ്യം ബാക്ക് സീറ്റിൽ ഇരിക്കാൻ പറ്റും. ഞാൻ കാരണം അത് ഒരു അഡൽട്ടിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ക്രാംപ്ഡ് സ്പേസ് ആവും. എന്നാണെങ്കിൽ നമുക്കിവിടെ ബ്ലോവർ കിട്ടുന്നുണ്ട്, ബാക്കിൽ USB പോർട്ടും അതുപോലെ സി ടൈപ്പും കിട്ടുന്നുണ്ട്, സൺറൂഫിൻ്റെ എക്സ്റ്റൻഷൻ ഇവിടെ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ സ്ഥലത്തിൻ്റെ കാര്യത്തിലാണ് എക്സ്ട്രെയിലിൽ വരുന്ന എഞ്ചിൻ ഒരു 1.5 ലിറ്റർ 3 സിലിണ്ടർ ആണ് എന്ന് കേട്ടപ്പോൾ മുതൽ ഐ വാസ് ഡിസപ്പോയിൻറ്റഡ്. കാരണം അത് നമ്മൾ ഇത്രയും വലിയൊരു വാഹനത്തിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു എഞ്ചിൻ അല്ല എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ ഡ്രൈവിന് കയറിയപ്പോൾ അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്ത് തുടങ്ങിയപ്പോൾ രാവിലെ ഞാൻ ഈ വാഹനം എടുത്തപ്പോൾ മുതൽ ആ ഒരു കംപ്ലീറ്റ് തോട്ട് പ്രോസസ്സ് മാറി. ഐ എം ടോട്ടലി ഹാപ്പി എന്ന് വേണം പറയാനായിട്ട്. കാരണം ഇതിനകത്ത് വരുന്ന പല ടെക്നോളജി, നിസാൻ്റെ മാത്രം പേറ്റൻ്റ് ആയിട്ട് വരുന്ന ടെക്നോളജി, ഇപ്പോൾ വേരിയബിൾ കംപ്രഷൻ ടർബോ എഞ്ചിനാണ് ഇതിനകത്ത് വരുന്നത്. ആ ഒരു ടെക്നോളജി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ വാഹനം തരുന്നൊരു ഡ്രൈവ് ഫീൽ ഇസ് അമേസിങ്. കാരണം ആ ഒരു ടെക്നോളജി വേരിയബിൾ കംപ്രഷൻ ടർബോ ടെക്നോളജി എന്ന് അല്ലെങ്കിൽ ആ ടെക്നോളജി വെച്ചുള്ള എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈവിംഗ് സ്റ്റൈൽ അനുസരിച്ച് ഇപ്പോൾ നമുക്ക് കൂടുതൽ പവർ വേണമെങ്കിൽ അതിനനുസരിച്ച് ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ലോ കംപ്രഷൻ നടക്കും, അതിനനുസരിച്ച് പവർ കിട്ടും. ഹൈ കംപ്രഷനാണ് അല്ലെങ്കിൽ ആക്സിലറേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ എഫിഷ്യൻസി കിട്ടും. സോ അങ്ങനെയുള്ള ആ ഒരു ഡിഫറൻസ്, ആ ഒരു വേരിയബിൾ കംപ്രഷൻ്റെ ആ ഒരു ഗുണം നമുക്ക് ഹൈ എഫിഷ്യൻസിക്കും ഹൈ പവറിനും ഗുണമാവും. അതുപോലെ ഇതിൻ്റെ ടോർക്ക് 300 ന്യൂട്ടൺ മീറ്റർ ടോർക്കാണ് ഈ വാഹനം നൽകുന്നത്. സോ ടോർക്കിൻ്റെ ഗുണവും ബ്യൂട്ടിഫുൾ. അതുപോലെ തന്നെ 163 HP പവറും. ഇത് രണ്ടും, ഈ നല്ലൊരു ടോർക്കും നല്ലൊരു പവറും ഈ ഒരു പുതിയ ടെക്നോളജിയും വേരിയബിൾ കംപ്രഷൻ ടർബോ ടെക്നോളജിയും കൂടെ എഞ്ചിനിൽ വന്നു കഴിഞ്ഞപ്പോൾ ഡ്രൈവ് ഇസ് അമേസിങ്. 1.5 ലിറ്റർ ആണ്, 3 സിലിണ്ടർ ആണ് എന്നുള്ള പേടി ഒരാൾക്കും വേണ്ട. സോ ഈ എഞ്ചിനോടൊപ്പം വരുന്നത് ഒരു CVT ഗിയർ ബോക്സ് ആണ്. CVT എന്ന് പറയുമ്പോൾ ബേസിക്കലി എനിക്ക് CVT ഗിയർ ബോക്സ് ഞാൻ അങ്ങനെ ഭയങ്കര ഒരു CVT ഫാനൊന്നുമല്ല. പക്ഷേ ഇതിനകത്ത് വന്നിരിക്കുന്ന CVT എന്നെ ഒത്തിരി CVTയുടെ കോൺസെപ്റ്റേ മാറ്റിയ രീതിയിലുള്ളൊരു ഗിയർ ബോക്സ് ആണ് വരുന്നത്. ഇതിനകത്ത് ആ ഒരു CVT ഫീൽ അല്ല വരുന്നത്. CVT ആണെങ്കിൽ പോലും ഒരു DCT ഗിയർ ബോക്സിൻ്റെ ഫീലാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് ഇതിനകത്ത് വരുന്ന പാഡൽ ഷിഫ്റ്റ് നമുക്ക് ഡിഫറെൻറ്റ് റേഷ്യോസ് നമുക്ക് കിട്ടുന്നുണ്ട്. പാഡൽ ഷിഫ്റ്റിൽ നമുക്ക് 8 ഡിഫറെൻറ്റ് റേഷ്യോയിൽ നമുക്കിത് ഡ്രൈവ് ചെയ്യാൻ പറ്റും. അത് ഇപ്പോൾ ഞാൻ പാഡൽ ഷിഫ്റ്റിലേക്ക് പോയി ഇപ്പോൾ 6ലാണ് പോകുന്നത്. ഐ വിൽ ഡ്രോപ്പ് ഇറ്റ് ഡൗൺ ടു 4th-ലാണ് നമ്മൾ പോകുന്നത്. സ്റ്റാൻഡേർഡിലാണ്. ഐ വിൽ പുട്ട് ഇറ്റ് ഓൺ ഈക്കോ ആൻഡ് സ്പോർട്ട് മോഡിലിട്ടു. നമ്മളിപ്പോൾ ഡ്രൈവിൽ 6ലാണ് പോകുന്നത്. 7 again 8. സോ 8 ഡിഫറെൻറ്റ് റേഷ്യോസിൽ നമുക്കിത് പോകും. അതുപോലെ തന്നെ ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 7 6 7 8. So turn വന്നു, I'm downshifting. Yay! 6 7 8. So ഇതിൻ്റെ ഈ പാഡൽ ഷിഫ്റ്റേഴ്സ് ഉപയോഗിച്ച് നമുക്ക് ഡിഫറെൻറ്റ് റേഷ്യോസിൽ നമുക്കിത് പ്ലേ അറൗണ്ട് ചെയ്യാൻ പറ്റും. സോ ഇറ്റ്സ് ഗുഡ് ഫൺ. ഇതിൻ്റെ ടോർക്കും ആ ഒരു എൻജിനും ഇതിൻ്റെ ഗിയർ ബോക്സും എല്ലാം കൂടി ഒരുമിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ഫൺ ഇറ്റ്സ് ടു ഗുഡ്. അപ്പോൾ നമുക്കിതിൻ്റെ പെർഫോമൻസ് നോക്കാം, 0 to 100 ഒന്ന് നോക്കാം. അതുപോലെ തന്നെ 100 to 0 എത്താനെടുക്കുന്ന ബ്രേക്കിംഗ് ടൈമും കൂടെ ഒന്ന് നമ്മൾ നോക്കാം. അപ്പോൾ എന്താണെങ്കിലും 0. ലെറ്റ്സ് സ്റ്റാർട്ട്. സോ 0 to 100 എത്താനെടുത്ത ടൈം എന്ന് പറയുന്നത് 9 seconds ആണ്. അതുപോലെ തന്നെ 100 to 0 അതായത് ബ്രേക്കിംഗ് ടൈം എടുത്തത് 3 seconds ആണ്. സ്റ്റിയറിംഗ് ഒരല്പം ലൈറ്റർ സൈഡിലാണ്, എന്നാലും അതിൻ്റെ ഫീഡ്ബാക്ക് അത്ര മോശം എന്ന് പറയാനില്ല. ലൈറ്റർ സൈഡിലാണ് സ്റ്റിയറിംഗ് വരുന്നത്. അതുപോലെ തന്നെ സസ്പെൻഷൻ ആണെങ്കിലും കുറച്ചൊരു സ്റ്റിഫർ സസ്പെൻഷനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ ഒരു ഭയങ്കര ഡിസ്കംഫർട്ട് ഒന്നുമില്ല. സ്റ്റിഫർ സസ്പെൻഷനാണ്. നമ്മൾ ഒരു ഭയങ്കര കംഫർട്ടബിൾ ആണ് എന്ന് ഞാൻ പറയില്ല, പക്ഷേ ഒരു സ്റ്റിഫ്നെസ് നമുക്ക് അതിൻ്റെ സസ്പെൻഷനിൽ ഫീൽ ചെയ്യുന്നുണ്ട്. സോ ആ ഒരു സ്റ്റിഫ്നെസ് ഉള്ളതുകൊണ്ട് തന്നെ ഡ്രൈവിംഗ് കുറച്ചും കൂടി നമുക്ക് സ്റ്റേബിളായിട്ട് കുറച്ചും കൂടി ഒരു കോൺഫിഡൻറ്റ് ഡ്രൈവ് നമുക്ക് കിട്ടുന്നുണ്ട് എക്സ്ട്രയിൽ നിന്ന്. സോ ഇത്രയും വലിയ വാഹനമാണെങ്കിൽ പോലും യു വോണ്ട് ഫീൽ എനിത്തിങ് റോങ് വൈൽ യു ഡ്രൈവ്. ആ ഒരു ഡ്രൈവിൻ്റെ സമയത്ത് കംപ്ലീറ്റ് കോൺഫിഡൻസും കംപ്ലീറ്റ് ഹാപ്പിനെസ്സും ശരിക്കും കിട്ടുന്നുണ്ട് ഡ്രൈവിൽ.
ഇനിയുള്ളതിൻ്റെ മൈലേജ് ആണ്. കാരണം ഇതിനകത്ത് ഈ പറയുന്ന പുതിയ ടെക്നോളജി വേരിയബിൾ കംപ്രഷൻ ടർബോ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമുക്ക് മൈലേജ് ആണ് നമ്മുടെ മെയിൻ ഒരു മോട്ടീവ് എങ്കിൽ നമുക്ക് മൈലേജ് അനുസരിച്ച് അത് വാഹനം ഓടിക്കാൻ പറ്റും. അധികം ആക്സിലറേഷൻ കൊടുക്കാതെ ഓടിച്ചു കഴിഞ്ഞാൽ ഏകദേശം 15 to 16 കിലോമീറ്റേഴ്സ് നമുക്ക് മിനിമം നമുക്ക് മൈലേജ് കിട്ടും. ഇനിയിപ്പോൾ ഹൈ ആക്സിലറേഷനിൽ പവറൊക്കെ വേണം അങ്ങനെ ഒരു രീതിയിലാണ് നമ്മൾ ഓടിക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കൊരു 9 to 10 മൈലേജും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇന്ത്യയിലെ സേഫ്റ്റിക്ക് എല്ലാവരും ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സേഫ്റ്റിയുടെ കാര്യം ഇപ്പോൾ എക്സ്ട്രയിൽ നോക്കിക്കഴിഞ്ഞാൽ ഗ്ലോബൽ എൻക്യാപ്പിൽ ഇപ്പം 5 സ്റ്റാർ റേറ്റിംഗ് എല്ലാം കിട്ടിയ വാഹനമാണ് ഗ്ലോബലി എക്സ്ട്രയിൽ. എന്താണെങ്കിലും അത് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. ആ ഒരു റേറ്റിംഗ് തന്നെ ഉണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് 7 എയർ ബാഗ്സ് വരുന്നുണ്ട്, 360-degree ക്യാമറ വരുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. സോ ഓവറോൾ നോക്കുമ്പോൾ ഒരു ഡ്രൈവിലേക്ക് വന്നു കഴിഞ്ഞാൽ വാഹനം ഓടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അല്ലെങ്കിൽ വാഹനത്തെ ഓടിക്കാനും അതുപോലെ സേഫ്റ്റി കാര്യങ്ങളും എല്ലാം ആസ്പെക്റ്റിൽ നോക്കുന്ന ആളുകൾക്ക് ഒരു CPU വേർഷനായ ഈ ഒരു എക്സ്ട്രയിൽ ഇറ്റ്സ് എ ഗുഡ് ഓപ്ഷൻ എന്ന് എനിക്ക് തോന്നുന്നു. വെൻ ഇറ്റ് കംസ് ടു ദ പ്രൈസിങ് ഐ എം നോട്ട് ഷുവർ. ഒരു 40 lakhs റേഞ്ചിൽ വരാനാണ് സാധ്യത. കാരണം ഇതൊരു CPU വേർഷനാണ്. സോ പ്രൈസ് ഇതുവരെ നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ പ്രൈസ് റിവീൽ ആയിട്ടില്ല. റിവീൽ ആയി കഴിയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റും ഇസ് എ ഗുഡ് ഓപ്ഷൻ ഓർ നോട്ട് എന്നുള്ളത്. എന്താണെങ്കിലും ഇപ്പോൾ ഇതിലെ ഓവറോൾ ഒരു പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഡ്രൈവ് വൈസ് എനിക്ക് ഭയങ്കര ഇംപ്രസീവായിട്ട് തോന്നി. ഇൻ ഓൾ ആസ്പെക്ട്സ് ഡ്രൈവിൻ്റെ കാര്യത്തിൽ ഒന്നും ഒരു കുഴപ്പം പറയാനില്ല. ഈവൻ മൈലേജ് ആണെങ്കിൽ നമുക്ക് മൈലേജ് വേണമെങ്കിൽ ആ രീതിയിൽ ഓടിക്കാം. പക്ഷേ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലാണ് ഒരു സ്റ്റെപ്പ് പുറകോട്ട് ആയി പോകുന്നത് എന്നെനിക്ക് തോന്നും. അത് ഒരു പക്ഷേ ഗ്ലോബലി ഉള്ള മിഡ് വേരിയൻറ്റിലാണ് എക്സ്ട്രയിൽ മിഡ് വേരിയൻ്റാണ് ഇപ്പോൾ ഇന്ത്യയിലേക്ക് CPU ആയിട്ട് കൊണ്ടുവരുന്നത്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററൊക്കെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. പക്ഷേ അതൊരു മിക്സ് ആൻഡ് മാച്ച് എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഫീച്ചേഴ്സ് ഇന്ത്യൻ മോഡൽ അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമ്പോൾ കുറച്ചും കൂടെ ഫീച്ചേഴ്സ് ആളുകൾ എക്സ്പെക്ട് ചെയ്യാൻ സാധ്യത ഉണ്ടെന്നുള്ളൊരു തോന്നലാണ് എനിക്കുള്ളത്. പക്ഷേ ഡ്രൈവിൻ്റെ കാര്യത്തിൽ വെൽ ഡൺ നിസാൻ.